നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ലിഥിയം അയൺ, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററികളുടെ ഓരോ ടൈപ്പ് സെല്ലുകളാണ്. ഇതിൽ 18 650, 32 650 എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രിസ്മാറ്റിക് സെല്ല്, ഹൈബ്രിഡൈസ് ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 18 650 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ലിന്റെ റേഡിയസ്, അതിന്റെ റൗണ്ട് 18 mm, 65 mm ഹൈറ്റ് എന്നാണ്. അതിന്റെ സർക്കിള് അല്ലെങ്കിൽ അത് സിലിണ്ടറിക്കൽ ടൈപ്പ് സെല്ലായാണ് അവസാനത്തെ 0 അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുപോലെ ഓരോ സെല്ലുകൾക്കും അതിന്റെ നമ്പർ നോക്കി നമുക്ക് സെല്ല് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഒരിക്കലും ഒരു സെല്ലിനെ കണ്ടുകൊണ്ട് അത് ലിഥിയം അയൺ ആണോ ലിഥിയം ഫോസ്ഫേറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന്റെ കെമിക്കൽ കോമ്പിനേഷൻ അതിൽ എഴുതിയിരിക്കുന്ന വെച്ച് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. നമുക്കിപ്പോൾ ഓരോരോ സെല്ലുകളായിട്ട് നോക്കാം. ആദ്യം നമുക്ക് 18 650 എന്ന സെല്ല് നോക്കാം. 18 650 എന്ന സെല്ലില് ആ 18 അതിന്റെ സർക്കിളിന്റെ ഡയമെൻഷനും 18 mm സർക്കിൾ ഡയമെൻഷനും 18 650 അതിൽ 65 അതിന്റെ ഹൈറ്റ് 65 mm ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ അവസാനം കാണുന്ന 0 അതൊരു സിലിണ്ടറിക്കൽ ടൈപ്പ് സെല്ലാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വോൾട്ടേജ് നമുക്ക്, ഇതൊരു NMC സെല്ലാണ്, ലിഥിയം അയൺ സെല്ലാണ്. ലിഥിയം അയണിനെയാണ് നമ്മൾ NMC സെൽ എന്ന് പറയുന്നത്. അപ്പം ഈ ലിഥിയം അയൺ സെല്ല് 18 650 സെല്ലിന്റെ വോൾട്ടേജ് ഇതല്ല, എല്ലാ ബാറ്ററി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു 4 വോൾട്ടേജ് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നത് ചാർജിങ് വോൾട്ടേജ്, പിന്നെ അതിന്റെ എന്താണ് അതിന്റെ ചാർജിങ് വോൾട്ടേജ്, അതിന്റെ ഒരു ഐഡിയൽ വോൾട്ടേജ് അല്ലെങ്കിൽ നോമിനൽ വോൾട്ടേജ്, പിന്നെ അതിന്റെ കട്ട് ഓഫ് വോൾട്ടേജ്, അതിന്റെ സേഫ് വോൾട്ടേജ്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് എല്ലാ ബാറ്ററിയുടെ ലെഡ് ആസിഡ് എടുത്താൽ പോലും നമുക്ക് ഇങ്ങനെ തിരിക്കാം. ഇനി അതിന്റെ ചാർജിങ് വോൾട്ടേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാറ്ററി ഫുൾ ചാർജായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഫുൾ ചാർജ് ആവാനുള്ള വോൾട്ടേജാണ് ചാർജിങ് വോൾട്ടേജ്. ഈ 18 650 അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഉള്ള എല്ലാ ലിഥിയം അയൺ സെല്ലുകളുടെയും ചാർജിങ് വോൾട്ടേജ് 4.2 ആയിരിക്കും, 4.2 ആയിരിക്കും ഒരു സെല്ലിന്റെ ചാർജിങ് വോൾട്ടേജ്. ഇനി ആ സെല്ലിന്റെ ഐഡിയൽ വോൾട്ടേജ് അല്ലെങ്കിൽ നോമിനൽ വോൾട്ടേജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.7 ആയിരിക്കും. 3.7 നമ്മളിപ്പോ നെറ്റിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ ലിഥിയം ബാറ്ററി എന്ന് പറഞ്ഞാൽ 3.7 ആണ്. ഇത് അതിന്റെ നോമിനൽ വോൾട്ടേജ് ആണ്. പിന്നെ അതിന് വേറെ 2 വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ് ഉണ്ട്, സേഫ് വോൾട്ടേജും ഉണ്ട്. കട്ട് ഓഫ് വോൾട്ടേജും സേഫ് വോൾട്ടേജ് എന്ന് വെച്ചാൽ കട്ട് ഓഫ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ BMS എന്ന് നമ്മൾ അങ്ങോട്ട് പറയും, ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പഠിക്കും. അപ്പൊ ഈ BMS പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് BMS ഒരു വോൾട്ടേജ് കട്ടാക്കാൻ, ഇപ്പൊ ഒരു സിംഗിൾ സെൽ എടുക്കുവാണെങ്കിൽ ചില BMS പറയും 2.8 കട്ടാക്കാൻ, ചില BMS പറയും 3 കട്ടാക്കാൻ പറയും. അതാണ് അതിന്റെ കട്ട് ഓഫ് വോൾട്ടേജ്. സേഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജിന് താഴെ പോയി കഴിഞ്ഞാൽ സെല്ല് ഡൗൺ ആയി പോകും. അപ്പൊ ഒരു 2.5 താഴെ ലിഥിയം അയൺ സെല്ല് പോയി പിന്നെ സെല്ല് ഡാമേജ് ആയി പോകും. അപ്പൊ എപ്പോഴും നമ്മൾ 2.7 അല്ലെങ്കിൽ 3 എപ്പോഴും ഒരു സിംഗിൾ സെല്ലിനെ നമ്മൾ നിർത്താൻ നോക്കും. അപ്പൊ ഒരു 3 സെല്ലാകുമ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം 3 ആണ് സേഫ് വോൾട്ടേജ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 3 സെല്ലാകുമ്പോൾ 9 വോൾട്ടിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഒരു 3 സെല്ലാകുമ്പോൾ NMC സെല്ല് 3 എടുക്കുക. അപ്പൊ നമ്മൾ ഫുൾ വോൾട്ടേജ് എത്ര എന്ന് പറഞ്ഞാൽ 4.2 ആണെന്ന് നമ്മൾ പറഞ്ഞു ഫുൾ വോൾട്ടേജ്. അപ്പൊ 4.2 × 3 അപ്പൊ എത്ര വരും? 3 12, 12.6, 12.6 ഒരു 3 സെല്ല് വെച്ച് നമ്മൾ പാക്ക് ഉണ്ടാക്കുവാണെങ്കിൽ 12.6 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ വോൾട്ടേജ് ഓഫ് ആവുന്ന രീതിയിൽ വേണം ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പ്രാക്ടിക്കലി പഠിക്കും ഈ കാര്യങ്ങളിലൊക്കെ കുറെ ക്ലാരിറ്റി വരും. അടുത്ത് നമുക്ക് നോക്കാം 32 700. ഈ പറഞ്ഞ പോലെ 32 mm അതിന്റെ ഡയമെൻഷനും 70 mm ഹൈറ്റുമാണ്. സിലിണ്ടറിക്കൽ ആണ് സെല്ല്. ഇതൊരു ലിഥിയം ഫോസ്ഫേറ്റ് സെല്ലാണ്, ഇതൊരു ലിഥിയം ഫെറാഫോസ്ഫേറ്റ് സെല്ലാണ്. അപ്പൊ ഇതിന്റെ ചാർജിങ് വോൾട്ടേജ് 3.65 ആണ് ഫുൾ ചാർജിങ് വോൾട്ടേജ്. നമ്മൾ 3.5 എപ്പോഴും നമ്മൾ അതിനെ സേഫ് ആയിട്ട് നിർത്താറുണ്ട്. അതുപോലെ തന്നെ നോമിനൽ വോൾട്ടേജ് 3.2 ആണ്. ലോവർ കട്ട് ഓഫ് വോൾട്ടേജ് 2.8 ഒരു സേഫ് വോൾട്ടേജ് നമ്മൾ 2.5 to 2.8 സേഫ് വോൾട്ടേജ് പറയാറുണ്ട്. 2 താഴെ പോയി കഴിഞ്ഞാൽ ബാറ്ററി ഡാമേജ് ആകും. അപ്പൊ നമുക്ക് അടുത്തൊരു സെല്ലിലേക്ക് നോക്കാം. 21 700 സെല്ലാണ്. 21 700 ഒരു NMC സെല്ലാണ്, ലിഥിയം അയൺ സെല്ലാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 21 NMC സെല്ലാണ്. ഇതിന്റെ ഹൈറ്റ് 70 mm, റൗണ്ട് 21 mm ആണ്. പിന്നെ അവസാനത്തെ 0 സിലിണ്ടറിക്കൽ ടൈപ്പ് ഒരു സെല്ലാണ്. 26 650 സെയിം ആണ്. ഇതിന്റെയൊക്കെ ഇതും എന്താണ് ലിഥിയം അയൺ സെൽ NMC സെല്ല് തന്നെയാണ്. ഇതിന്റെ വോൾട്ടേജ് നമ്മൾ 18 650 പറഞ്ഞ പോലെ തന്നെ ഹയർ 4.2, ലോവർ നോമിനല് 3.7, കട്ട് ഓഫ് 3 സെറ്റ് ചെയ്യുന്നുണ്ട്, 2.8 സെറ്റ് ചെയ്യുന്നുണ്ട്, സേഫ് വോൾട്ട് 2.5. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് 26 650 വന്നു കഴിഞ്ഞാലും പറയുന്നത്. ഇതൊക്കെ എമൗണ്ട് മീൻസ് നമ്പറുകൾ മാറുമ്പോൾ ഇതിന്റെ കപ്പാസിറ്റി മാറും. ഫോർ എക്സാമ്പിൾ 18 650 സെല്ലിൽ നമുക്ക് നോർമലി ഒരു 600 മില്ലി ആംബിയർ മുതൽ 3.3 ആംബിയർ വരെയുള്ള സെല്ലുകൾ അവൈലബിൾ ആണ്.
ഇപ്പൊ ഈ 21,700 എടുത്താൽ 4.5 ആംപിയറും 5 ആംപിയർ അവൈലബിൾ ആണ്. അപ്പം ഓരോ സെല്ലിന്റെ ആംപിയർ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അടുത്ത് നമ്മൾ കാണുന്ന 32,140 സെല്ലാണ്. ഇതൊരു 15 ആംപിയർ സെല്ലാണ്. ഇതൊരു 15 ആംപിയർ സെല്ലാണ്. ലിഥിയം ഫോസ്ഫേറ്റ് ഫെറാഫോസ്ഫേറ്റ് സെല്ലാണ്. ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ 3.65 ആണ് ഇതിന്റെ ഫുൾ വോൾട്ടേജ്. പ്രാക്ടിക്കലി ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ വേറെ മാറി പഠിക്കും. ഇപ്പൊ തിയറിറ്റിക്കലി 3.65 ആണ് ഇതിന്റെ ഫുൾ വോൾട്ടേജ്. ഐഡിയൽ 3.2 ആണ് സേഫ് വോൾട്ടേജ്, അല്ലെങ്കിൽ ലോവർ വോൾട്ടേജ് 2.5 to 2.8 ആണ്. സേഫ് വോൾട്ടേജ് 2 ആണ്. ഇനി പ്രിസമാറ്റിക് സെൽ, നിങ്ങളെല്ലാം സ്ക്വയർ ടൈപ്പ് സെല്ല് കണ്ടുണ്ട്. പ്രിസമാറ്റിക് സെൽ അത് വരുമ്പോഴും ഇത് ലിഥിയം ഫെറാഫോസ്ഫേറ്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഈ പറയുന്ന ഈ 15H അല്ലെങ്കിൽ 5H 32,700 ഒക്കെ പോലെ തന്നെ സെയിം കപ്പാസിറ്റി ആണ്. പിന്നെ ബ്ലേഡ് സെല്ലുകളും വരാറുണ്ട്. ബ്ലേഡ് സെല്ല് നമ്മൾ കോമൺലി കാണുന്നത് ലിഥിയം ഫോസ്ഫേറ്റ് സെല്ലുകളാണ് ബ്ലേഡ് സെല്ലുകൾ കാണാറുള്ളത്. ലിഥിയം അയണിലും വരാറൊക്കെ ഉണ്ട്. അപ്പൊ ഫോസ്ഫേറ്റ് വന്നാൽ ഇതിന്റെ വോൾട്ടേജ് റേഞ്ച് ഇത് തന്നെയാണ്. ഇതിന്റെയൊക്കെ ആംപിയർ കപ്പാസിറ്റി ആണ് ഓരോ സെല്ലിലും മാറുന്നത്. അത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഓരോ സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ വോൾട്ടേജും ആംപിയറൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു. അപ്പം ആംപിയറും വോൾട്ടേജൊക്കെ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ് എന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല. അപ്പൊ ഈ ആംപിയറും വോൾട്ടേജും ബാറ്ററിയെ സീരിയൽ ചെയ്യുകയാണെങ്കിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പണ്ടത്തെ ടോർച്ചിലിടുന്ന പോലെ ഒരു ബാറ്ററിക്ക് ബാക്കിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന് സീരിയൽ കണക്ഷൻ എന്ന് പറയും. അത് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി പോസിറ്റീവുകൾ ഒരുപോലെയും നെഗറ്റീവുകൾ ഒരുപോലെയുമാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തേത് എന്താണ് പാരലൽ കണക്ഷനും രണ്ടാമത്തത് സീരിയൽ കണക്ഷനുമാണ്. അപ്പോൾ ആദ്യത്തേതിൽ നെഗറ്റീവുകളുള്ള ഒരുപോലെയും പോസിറ്റീവുകളുള്ള ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് അവിടെ വോൾട്ടേജ് അല്ല കൂടുന്നത്, പകരം എന്ത് ചെയ്യും, ആംബിയർ ആണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. അപ്പൊ രണ്ടാമത്തേതിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് ആണ് കൂടി വരുന്നത്. അടുത്തൊരു പിക്ചറിന്റെ സഹായത്തോടെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഈ സ്ക്രീനിൽ ഒരു സീരിയൽ കണക്ഷനുണ്ട്, ഒരു പാരലൽ കണക്ഷനുണ്ട്. ഈ സീരിയൽ കണക്ഷനിൽ എന്താണ് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇതിനെ ഒരു വയർ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവിന്റെ നേരെ പുറകിൽ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വന്നു, പോസിറ്റീവിലേക്ക് വന്നു, തിരിച്ച് നെഗറ്റീവ് വന്നു, തിരിച്ച് പോസിറ്റീവ്. അപ്പൊ ആദ്യത്തെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്നും അവസാന ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും കണക്ഷൻ എടുത്തു. അങ്ങനെ വരുമ്പോൾ 12 വോൾട്ട് കിട്ടി. നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വരുമ്പം എല്ലാ ബാറ്ററിയുടെയും പോസിറ്റീവ് തമ്മിൽ ഒരുപോലെ കണക്ട് ചെയ്തിരിക്കുന്നു, എല്ലാത്തിനും നെഗറ്റീവ് തമ്മിൽ ഒരുപോലെ കണക്ട് ചെയ്തു. അപ്പൊ ഔട്ട്പുട്ട് എന്താണ്, 3.7. ഐഡിയൽ വോൾട്ടും കൂടിയിരിക്കും. അപ്പോൾ 3.7 കിട്ടി. അവിടെ എന്താണ് അപ്പം കൂടിയത്, രണ്ടാമത്തെ പാരലൽ കണക്ഷനിൽ അവിടെ ആംബിയർ ആണ് കൂടിയത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെല്ല് 2 ആംബിയറിന്റെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 3 സെല്ലും കൂടെ വരുമ്പോൾ എത്ര വോൾട്ടേജ് കിട്ടും, 3.7 തന്നെ കിട്ടും. പക്ഷെ 2, 4, 6 3 സെല്ല് പോകുമ്പോൾ 3.7 6 ആംബിയർ കിട്ടും. ആദ്യത്തെ കണക്ഷനിൽ എന്ത് കിട്ടും, ഒരു സെല്ല് 2000 ആംബിയർ ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആംബിയർ ആണെങ്കിൽ 1, 2, 3 സെല്ലും കൂടെ സീരിയൽ ചെയ്യുമ്പോൾ 3 കൂടെ കൂട്ടിയിട്ട് 12.6 വോൾട്ടേജ് കിട്ടും. പക്ഷെ ആംബിയർ എത്ര ആയിരിക്കുള്ളൂ, 2 തന്നെ ആയിരിക്കുള്ളൂ. ഒന്നും കൂടെ ബാക്ക് അടിച്ച് ഒന്നും കൂടെ 2-3 പ്രാവശ്യം നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്പേസർ അല്ലെങ്കിൽ ഹോൾഡർ. എന്തിനാ ഉപയോഗിക്കുന്നത്, നമ്മളെല്ലാം ഈ കണ്ട സെല്ലുകളെല്ലാം സിലിണ്ടറിക്കലാണ്. അപ്പൊ ഇതിനെ കറക്റ്റ് ആയിട്ട് ഈ സീരിയലും പാരലുമായിട്ട് നമുക്ക് അടുക്കി വെക്കണമെങ്കിൽ എന്ത് വേണം, ഈ സെൽ ഹോൾഡറുകൾ വേണം. എന്ത് വേണം, ഈ സെൽ ഹോൾഡറുകൾ വേണം. ഈ സെൽ ഹോൾഡറുകൾ അല്ലെങ്കിൽ സെൽ ബ്രാക്കറ്റുകൾ നമുക്ക് പല ടൈപ്പിൽ അവൈലബിൾ ആണ്, പല ബാറ്ററികളിൽ അവൈലബിൾ ആണ്. ഇത് അടുക്കി വെക്കുക മാത്രമല്ല, അടുക്കി വെക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഹീറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിലങ്ങ് പോവാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മൾ 2x 3x എന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സെൽ ഹോൾഡറുകൾ നമ്മൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് എത്ര വലിയ പാക്കുകളിലേക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് നോക്കുക, ഇതൊരു 36 വോൾട്ടിന്റെ പല ഏജിലുള്ള ബാറ്ററി പാക്കുകളാണ്. 36 വോൾട്ട് വരുന്ന പല ഏജിലുള്ള ബാറ്ററി പാക്കുകളാണ്. അപ്പൊ അതിൽ ഓരോന്നിലും ഈ സെൽ ഹോൾഡറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്, മറ്റേതിൽ 3 വെച്ചിട്ടുണ്ട്, 4 5 അങ്ങനെ പല ടൈപ്പിലേക്കും ഈ ബാറ്ററി എടുക്കും. അപ്പൊ ഈ ബാറ്ററികളെ ഇങ്ങനെ അടുക്കി സൂക്ഷിക്കാൻ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്താണ്, ഈ സെൽ ഹോൾഡറുകൾ എന്ന് പറയുന്നത്.